ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു രാഗമുണ്ട്, കല്യാണി രാഗം. തബലക്കാരുണ്ട്. ചങ്ങനെ വായിച്ചപ്പോ എല്ലാം കൂടി നല്ല കയ്യടിയായിരുന്നു. അഫ്സല് ആണ് ഒരു പാട്ട്, ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ ഇന്ന് താലിപ്പീലി കൊല്ലും കെട്ടി മുത്തഴക് മണിച്ചെറുക്കൻ. ഇപ്പൊ കല്യാണരാമന്റെ കമ്പോസിംഗ് സമയത്ത് ഉണ്ടായ എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ സാറിന്? തീർച്ചയായിട്ടും കല്യാണരാമൻ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓർത്തതല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ KSF-യിലെ ഒരു ജീവനക്കാരൻ ആയിരുന്നു, റിട്ടയർ ചെയ്തു. ജ്യേഷ്ഠൻ നേരത്തെ തന്നെ KSRTC റിട്ടയർ ചെയ്തു. അപ്പം ഞാൻ കുറേ നാളത്തെ ലീവിന് ശേഷം, ലോങ് ലീവിന് ശേഷം ഒരു തിങ്കളാഴ്ച അവിടെ പോയി ജോയിനിങ് ലെറ്റർ കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ബുധനാഴ്ച നിങ്ങൾ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്നപ്പോഴത്തേക്കുമാണ് ലാല് വിളിക്കണത്, പ്രൊഡ്യൂസർ ലാല്, സിദ്ദിഖ് ലാലിലെ ലാല്. ഇത് പറഞ്ഞു, ബേണി നമുക്ക് ഉടനെ ഒരു ദിലീപ് പടം ചെയ്യണം, നല്ല പാട്ടുകൾ സിറ്റുവേഷനൊക്കെ ഉള്ളൊരു പടമാണ്, അപ്പം നമ്മൾ ഒന്ന് കൂടണം എന്ന് പറഞ്ഞു. അവശ്യം കൂടാനെന്ന് പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹമുണ്ട് എനിക്ക്. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു കുരുക്കി പോയി പെട്ടല്ല. കുറേ നാളത്തെ ലീവ് കഴിഞ്ഞിട്ട് ഞാൻ ജോയിനിങ് ലെറ്റർ കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ അവരത് റിജക്റ്റ് ചെയ്യുകയോ ഇല്ലേ ഒന്നും എനിക്കറിയില്ല. ഒരു കാര്യം ചെയ്യ്, ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകും. തൃശ്ശൂരാണ് എൻ്റെ ഹെഡ് ഓഫീസ്. നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം ഇങ്ങനെ പറഞ്ഞു. ഓക്കെ ആയിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ തിങ്കളാഴ്ചയല്ലേ ഈ പറയണത്, ചൊവ്വാഴ്ച രാവിലെ തന്നെ അവിടെ ചെന്നു. അപ്പോൾ ബുധനാഴ്ച ഞാൻ ജോയിൻ ചെയ്യുന്നുള്ള കണ്ടീഷനിൽ അവരിയ്ക്കുക. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണെങ്കിൽ ഞാൻ പഠിച്ച സ്കൂളിലെ സീനിയറായിട്ട് പഠിച്ച ആളാണ്. അപ്പോൾ എൻ്റെ ഫീമെയിൽ വോയിസിലുള്ള എൻ്റെ പാട്ടുകളൊക്കെ പുള്ളി കേട്ടാൽ വലിയ കാര്യമുള്ള ആളാണ്, മ്യൂസിക്കിനോട് താല്പര്യമുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനൊരു ചാൻസ് വന്നേക്കാണ്, അപ്പോൾ സാർ എങ്ങനെയും സമ്മതിക്കണം, ഞാൻ ജോയിനിങ് ലെറ്റർ ഒന്ന് ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞു. വലിയ തലവേദനയാണ് തന്നെ കൊണ്ട്, താൻ വരെയില്ല, വരുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ്. എന്നാലും സാറേ ഒരു നല്ല കാര്യമല്ലേ, താൻ പോയി നന്നായിട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ജോയിനിങ് ലെറ്റർ വലിച്ചു കയറി വേസ്റ്റ് കൊട്ടയിലിട്ട്. അപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അങ്ങനെ ബുധനാഴ്ച എല്ലാവരും, ദിലീപ് അടക്കം എല്ലാവരും കൂടിയുള്ളൊരു നല്ലൊരു പൂജ നടത്തിയ ശേഷം, അന്നൊന്നും സിനിമയുടെ കമ്പോസിങ് തുടങ്ങിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി കല്യാണ കഥയൊക്കെ പറഞ്ഞു തന്നു. കഥയൊക്കെ ഞാൻ എൻ്റെ സന്ദർഭമൊക്കെ എഴുതിയെടുക്കും. കഥാസന്ദർഭം, കഥ ചിലപ്പോൾ മൊത്തത്തിൽ എഴുതിയെടുക്കും. എന്നിട്ട് സന്ദർഭം എഴുതിയെടുത്തപ്പോൾ തുമ്പിക്കല്യാണത്തിന്റെ സിറ്റുവേഷനാണ് ആദ്യമായിട്ട് ഞങ്ങളോട് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു ഹോട്ടലിലാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ഒരു 3 ട്യൂണെങ്കിലും മിനിമം ഒരു സിറ്റുവേഷന് വേണ്ടി ഇടും. അതിൽ 3 കേൾപ്പിച്ചു കൊടുത്തു. എല്ലാം ഏതാണ്ട് ആ സിറ്റുവേഷന് പറ്റിയ വിധത്തിൽ നമ്മൾ ട്യൂണേ ഇടുള്ളൂ. ഞങ്ങൾ 2 കൂടിയാണല്ലോ ചെയ്യുന്നത്. അതിൽ ഈ പാട്ടാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഈ പാട്ട് ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട്. ഇതിൽ നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു രാഗമുണ്ട്, കല്യാണി രാഗം. രാഗം. പക്ഷെ അതിൻ്റെ അകത്ത് അങ്ങനെ അടിപൊളി പാട്ടുകളൊക്കെ കുറവാണ്. ഞാൻ അധികം കേട്ടില്ല. ഇത് നമുക്ക് എല്ലാം ഡാൻസ് ചെയ്യുന്ന ടൈപ്പ് പാട്ടുകളാണല്ലോ ഇതിൽ ചെയ്യാൻ തരുന്നത്. ഞങ്ങൾക്ക് എപ്പോഴും അങ്ങനെ ഒരു വാശിയുണ്ട്. ഇന്ന് ശോക രാഗങ്ങളൊക്കെ വരുമ്പോൾ അത് എടുത്തിട്ട് ഹാപ്പി ആക്കുക, ഹാപ്പി രാഗങ്ങളൊക്കെ എടുത്ത് ശോകമാക്കുക, ഇങ്ങനെയൊക്കെ ഞങ്ങൾ കുസൃതികളെ കാണിച്ചിട്ടുണ്ട്. പലതൊക്കെ ഹിറ്റായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇതിൻ്റെ അകത്ത് ചെയ്യാന്നായി. അങ്ങനെയാണ് നമ്മൾ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു താളമാണ് ജിൻ ചട്ടക്ക. നമ്മൾ 6/8 എന്ന് തന്നെ പറയും. അത് ഏത് സ്പീഡിൽ കേട്ടാലും നല്ല സുഖമാണ് ആളുകൾക്ക്. ഡാൻസ് ചെയ്യാൻ നല്ല രസമായിരിക്കും ആ താളം ഉണ്ടെങ്കിൽ. അങ്ങനെ ചെയ്ത ട്യൂണാണ്. തുമ്പിക്കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളിൽ തുമ്പക്കൊടിയഴകുള്ളവളാരോ, കുന്നിമണിത്തേരിൽ വരും ചെക്കനെയും കൂട്ടരെയും വരവേൽക്കാൻ നിൽക്കുന്നവളാണേ. അമ്പാടിക്കണിമുത്തേ പൂക്കണിമുത്തേ, മിണ്ടിപ്പോയാൽ എന്തേ കോപം, മാനത്തെ മഴവില്ലിൽ നെഞ്ചിരുന്നില്ലേ, മഴയാൽ തൂകും മിന്നൽ കോപം, മിണ്ടാൻ കൊതിച്ചതെല്ലാം മറന്നുപോകും, തുമ്പിക്കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളിൽ തുമ്പക്കൊടിയഴകുള്ളവളാരോ. കേട്ടപ്പോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കല്യാണി മാത്രമല്ല, എൻ്റെ അകത്തൊരു കോമൾ ഗാ എന്ന് പറയും, അന്യസ്വരം വന്ന് ചേർന്നുണ്ട്. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് അവർക്ക് കയറി കൊളുത്തി. അല്ലെങ്കിൽ ഇത് തന്നെ ഈ രാഗത്തിൽ തന്നെ പിടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അപ്പൊ ഈ ഒരു പിന്നെ അത് കൂടാണ്ട് അതേപോലെ തന്നെ 1 2
തബലക്കാരുണ്ട്. ചങ്ങനെ വായിച്ചപ്പോ എല്ലാം കൂടി നല്ല കയ്യടിയായിരുന്നു. ഉം. ഇത് ഓക്കെ. അങ്ങനെയാണ് നമുക്ക് ഓരോ പാട്ടും ഇങ്ങനെ ഓക്കെ ആവുമ്പോ എന്ത് സുഖമാണെന്ന് അറിയോ? ചിലപ്പോ മൂന്നും ഓക്കെ ആവില്ല. അപ്പൊ നമ്മൾ പിന്നെ പിടിക്കും. തളർന്നു പോവില്ല. അയ്യോ ഇനി എന്ത് ചെയ്യും, ചെയ്യാവുന്നൊക്കെ ചെയ്തല്ല. അങ്ങനെയല്ല, ഇനിയും കിട്ടും നല്ലൊരു വിശ്വാസം ചെയ്യുമ്പോ അവർക്ക് റെഡിയാവും. ഓക്കെ എന്നാ ചിലപ്പോ ആദ്യത്തെ ട്യൂൺ തന്നെ അല്ലെ രണ്ടാമത്തെ ട്യൂൺ തന്നെ ഒന്ന് മോഡിഫൈ ചെയ്യുമ്പോഴത്തേക്ക് സംഭവം മാറും. എന്റെ സ്പീഡ് മാറ്റി, അല്ലെങ്കിൽ അതിന്റെ കുറച്ച് ഗമകങ്ങളൊക്കെ മാറ്റി, കുറച്ച് റൂട്ടൊക്കെ ഇത്തിരി മാറ്റിയൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും കുറെ കൂടി ഭംഗിയാവും. അങ്ങനെയൊക്കെയാണ് നമ്മളിങ്ങനെ ഇവിടം വരെയൊക്കെ രക്ഷപ്പെട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ മെച്ചമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പ്രത്യേകിച്ചും ഒരു സിനിമാ പാട്ടായാലും സെമി ക്ലാസിക്കായാലും എന്തായാലും ഒരു രാഗത്തിൽ തന്നെ ചെയ്യണമെന്നില്ല. ഭംഗിയാണെങ്കിൽ വേറെ അന്യസ്വരങ്ങളൊക്കെ പ്രയോഗിച്ചാൽ അത് കറക്റ്റ് ആയിരിക്കും. ഇങ്ങനെ ഒരുപാട് റൂൾസ് പറയുന്നുണ്ടല്ലോ, അതൊന്നും ബാധകമല്ലെന്നാണ് സാറിന്റെ ഒരു വാദം. ഒരു കച്ചേരിക്ക് പാടുമ്പോ ഒരു കീർത്തനം പാടുമ്പോഴായാലും ഹിന്ദുസ്ഥാനിൽ ചോട്ടാക്കായാലോ വടകാലോ പാടുമ്പോൾ ഒരു രാഗം പറഞ്ഞു പാടുമ്പോ ആ രാഗത്തിൽ തന്നെ ആയിരിക്കണം. ഗസൽ, ഭജൻ, മറ്റ് ഹിന്ദുസ്ഥാനി സെമി ക്ലാസിക്കൽ, കർണാട്ടിക് സെമി ക്ലാസിക്കൽ, അതേപോലെ സിനിമാ പാട്ടുകൾ, നാടൻ പാട്ടുകൾ, ഇതിലൊന്നും നമുക്ക് ഒരേ രാഗത്തിൽ തന്നെ പോകണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. സന്ദർഭമാണ് അവിടെ ഏറ്റവും വലുത്. അല്ല ലിറിക്കായിട്ട് യോജിക്കുന്ന ട്യൂൺ. ചിലപ്പോ ലിറിക്ക് നമുക്ക് ആദ്യം തരുമ്പോ അതിന് യോജിക്കുന്ന, ഉദാഹരണത്തിന് വല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു സന്ദർഭം, കുറെ ലിറിക്സ് നമുക്ക് തന്നു, ഇടയിൽ ഒരു സാഡ്നെസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സാഡ്നെസ് നമ്മളവിടെ കാണിക്കണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ടുള്ള രാഗം പിടിച്ചാൽ ആ സാഡ്നെസ് ആവില്ല. അപ്പൊ നമ്മള് സാഡിന് പറ്റിയ ചില നോട്ടുകൾ അവിടെ വെക്കുമ്പോഴത്തേക്കും നമ്മൾ വന്ന രാഗത്തിൽ നിന്നും മാറ്റേണ്ടി വരും. പക്ഷെ അത് ബുദ്ധിപൂർവ്വം ചെയ്തില്ലെങ്കിൽ ചേരാത്ത ഒരു സാധനമായിട്ട് മാറും. അപ്പൊ എന്തും ചേർക്കാം, പക്ഷെ ചേർക്കണമെങ്കിൽ അത് അറിഞ്ഞ് ചേർക്കണം. അതിനാണ് നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത്. കല്യാണരാമനിലെ മറ്റ് പാട്ടുകളൊക്കെ എങ്ങനെയായിരുന്നു? ലൈക്ക് ഈ തിങ്കളെ പൂത്തിങ്കളെ ഇതുപോലെ ഞങ്ങൾക്ക് ഒരു വെല്ലുവിളിയുള്ള പാട്ടായിരുന്നു. അതായത് ഒരു കോമ്പറ്റീഷൻ ആണല്ലോ. ആ കോമ്പറ്റീഷൻ പോലെ തന്നെ തോന്നണം എന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യണം. ഒരു ഹരം കൊള്ളിക്കുന്ന ലിറിക്കായിരിക്കണം, ട്യൂണായിരിക്കണം. പിന്നെ അതാണ് അഫ്സൽ ആദ്യമായിട്ട് പാടിയത്. അത് അഫ്സൽ പാടാനുള്ള കാരണമുണ്ട്. ലാലിന്റെ ഷാഫിയുടെ ഒക്കെ ഒരു നന്മയുടെ വശമാണ് അഫ്സലിനെ പോലുള്ള ആൾക്കാർ ഒരുപാട് പേരെ ട്രൈ ചെയ്തിട്ടാ. ഇതിന്റെ അകത്ത് ഞങ്ങൾക്ക് ഒരു അവസരം തന്നെന്ന് പറഞ്ഞ പോലെ തന്നെ പല പാട്ടുകാർക്കും അവസരം കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ദിവസം മുഴുവൻ മെനക്കെട്ട് പലരെയും വിളിച്ച് പാടിച്ച്, എന്നിട്ട് അതിന്ന് അഫ്സലിനെ കൊണ്ട് പാടിക്കാനുള്ള ഒരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, അഫ്സല് ആണ് ഒരു പാട്ട് എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, ദാസിരം പാടിയിട്ടുണ്ട്, പിന്നെ ഒരു ഡോക്ടറും പാടിയിട്ടുണ്ട് ദുബായിലുള്ള ഫഹദ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് അഫ്സൽ പാടണത് ദുബായിൽ അല്ല, ട്രിവാൻഡ്രത്തുള്ള ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ബസ്സിൽ കയറി വന്നിട്ട് നേരെ വന്ന് പാടണത്. പക്ഷെ ഗംഭീരമായിട്ട് പാടി. ആ ട്രാക്കാണ് കമലിനെ കേൾപ്പിച്ചത്. കമൽ അവിടെ അഫ്സലിന്റെ പാട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി കേൾക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ടാണ് നമ്മൾ എന്നുള്ള സിനിമയിലെ രാക്ഷസി എന്നുള്ള പാട്ട് അഫ്സലിന് കൊടുത്തത്. ഇവിടെ ഇത് കേട്ടപ്പോ തന്നെ കടൽ കടന്ന് ആ കറക്റ്റ് ലൈവ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമയ്ക്ക് എന്താണ് ആ പാട്ടിൽ ആവശ്യം, അതാ ആറ്റിറ്റ്യൂഡ്, ഓരോ പാട്ടിന്റെ ആറ്റിറ്റ്യൂഡ്. എന്നാലേ ഡയറക്ടർമാർക്ക് ഇഷ്ടപ്പെടുള്ളൂ. ഒരു ട്യൂൺ പാടിക്കൊണ്ട് മാത്രം, താളത്തിൽ കറക്റ്റായിട്ട് ട്യൂൺ പാടിക്കൊണ്ട് മാത്രം ഒരു കാര്യമില്ല. ഞങ്ങളിപ്പോ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ആ മുഴുകി അങ്ങോട്ട് ചെയ്യണ പോലെ തന്നെ പാട്ടുകാരും ഇൻസ്ട്രുമെന്റ് വായനക്കാരും എല്ലാവരും അങ്ങനെ ചെയ്തെങ്കിലേ ആ സന്ദർഭം അങ്ങോട്ട് പൊങ്ങി വരുള്ളൂ പാട്ടിലൂടെ. അപ്പൊ അങ്ങനെ ഞങ്ങള് പാട്ട് ട്രാക്ക് പാടിച്ചു കൊടുത്ത് വളരെ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. ലാലിനും ഷാഫിക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അതിനിടക്ക് നമ്മുടെ അഫ്സലിന്റെ ബാപ്പ ഇസ്മായിൽ വലിയ മ്യൂസീഷ്യനാണ്. പുള്ളി ചേട്ടനോടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ മോൻ കുറച്ചൊക്കെ പാടുമെന്ന് അറിയാല്ല, എന്തെങ്കിലും ഒരു അവസരം വരുമ്പോഴത്തേക്കും വിളിക്കണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ മനസ്സിലത് ഇട്ട്, നല്ലൊരു പയ്യനാണല്ലോ, അപ്പൊ കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ പ്രിയദർശൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു അവസരം കൊടുത്തിട്ട് ഒരു കാര്യമില്ല, ആരും ശ്രദ്ധിക്കില്ല. നല്ല അവസരങ്ങൾ തന്നെ കൊടുക്കണം. അതാണ് നിങ്ങൾക്ക് തേന്മാകുമ്പത്തെടുത്തത് എന്ന് പറഞ്ഞു. എനിക്ക് വേണേൽ AR റഹ്മാനെ വർമ്മനെയൊക്കെ വേണേൽ വിളിച്ച് ജയിക്കാമായിരുന്നു. പക്ഷെ നല്ലൊരു അവസരം നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു ലൈഫാവും. ഇത് തന്നെയാണ് ഞങ്ങളുടെ മനസ്സിൽ നിന്ന് തോന്നിയത്. മനസ്സിലായില്ല, ഇത് നമുക്ക് അഫ്സലിനെ കൊണ്ട് ഒരു പാട്ട് ഇതിൻ്റെ അകത്ത് പാടിക്കണം. ലാലിനോട് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു, ലാലെ നമ്മുടെ ഒരു സ്വന്തം പയ്യനാണ്, അവനൊരു അവസരം കൊടുക്കണം. അത് കൊടുക്കല്ല, അങ്ങനെ പറഞ്ഞാൽ തിങ്കളെ എന്നുള്ള പാട്ട് കൊടുത്ത്. അപ്പൊ കോമ്പറ്റീഷൻ MG ശ്രീകുമാർ എവിടെയാണ്, 2 പ്രാവശ്യം നാഷണൽ അവാർഡ് കിട്ടിയ ആളാണ്. അപ്പൊ കോമ്പറ്റീഷൻ പക്ഷേ കട്ടക്കട്ടക്ക് നിന്നു എന്നുള്ളതാണ്. അതൊരു വലിയൊരു തുടക്കക്കാരൻ നോക്കുമ്പോഴത്തേക്കും അത് ഗംഭീരമാണ്. ഇപ്പോഴും നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ലോ ആയിട്ടൊന്നും തോന്നാറില്ല. അതിന്റെ പവറിൽ തന്നെ നിൽക്കുന്നുണ്ട് രണ്ടുപേർക്കും. ആ ഒരു പ്രത്യേകിച്ച് MG ശ്രീകുമാറിനുള്ള ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ അറിഞ്ഞ് പാടാനുള്ള കപ്പാസിറ്റി ഉണ്ട്.
അത് തന്നെ അഫ്സലിനും ഉണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ ആ സന്ദർഭത്തില് സീനിൽ അതിങ്ങനെ പിടിച്ചു നിന്നത് ആ പാട്ട്. അപ്പൊ അങ്ങനെ സത്യത്തിൽ അതിന്റെ ഓർക്കസ്ട്രേഷനിലാണെങ്കിലും ഓർക്കസ്ട്രേഷൻ ചെയ്തത് അന്ന് ആ ഫുൾ കാസറ്റ്. ഇപ്പൊ തുമ്പി കല്യാണത്തിന്റെ കീബോർഡ് പ്രോഗ്രാം ചെയ്തത് സ്റ്റീഫൻ ദേവസി. അതും ആദ്യത്തെ രംഗപ്രവേശമാണ്. സ്റ്റീഫൻ ദേവസി ഇത്ര വലിയ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു മ്യൂസീഷ്യനാണ്, കീബോർഡിസ്റ്റാണ്, പിയാനിസ്റ്റ് ആണ്. പക്ഷെ തുടക്കം തുമ്പി കല്യാണത്തിൽ നിന്നാണ്. തുമ്പി കല്യാണത്തിൽ നിന്നാണ്. അതുപോലെ ഞങ്ങളാണ് ആദ്യമായിട്ട് ബെന്നി ആൻഡ് കണ്ണൻ എന്ന് പറയുന്നൊരു സിനിമയുടെ അവിഭാജ്യ ഘടകമാണ്. അപ്പൊ ബെന്നി കണ്ണനുമാണ് ബാക്കിയുള്ള പാട്ടുകളൊക്കെ ചെയ്തേക്കുന്നത്, ഈ മറ്റേ പാട്ട് ഒഴിച്ച്. അപ്പൊ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ, പിന്നെ ഓർക്കസ്ട്രയുടെ കോൺട്രിബ്യൂഷൻ, പിന്നെ നമ്മൾക്ക് റീ റെക്കോർഡിങ്ങിന് അസിസ്റ്റ് ചെയ്ത വലിയൊരു വയലിനിസ്റ്റ് ഉണ്ട് മര്യാദാസ്. ഇവരെല്ലാരും ചേർന്നാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ രണ്ട് സിംഗേഴ്സ് പാടുമ്പോഴേ അറ്റ് എ ടൈം ആണോ രണ്ടുപേരും? ഇല്ല, രണ്ട് ട്രാക്ക് ഉണ്ടല്ലോ. അഫ്സല് കോറസും ഒക്കെ അഫ്സൽ തന്നെ പാടിയത്. അപ്പൊ ഞങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നു. പണ്ട് പറഞ്ഞു കേട്ടാൽ ദാസേട്ടനൊക്കെ ചെറുപ്പകാലത്തൊക്കെ ആദ്യകാലം മുതൽ 2 മാസമൊക്കെ സിനിമയുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു അഫ്സല് ഞങ്ങളുടെ കൂടെ. വേണ്ട കഥയിലെ രാജകുമാരന്റെ ടൺ 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 ഒരു സന്തൂർ ബീറ്റില്ലേ, അത് അഫ്സലാണ് വായിച്ചത്. അതേപോലെ കാലത്ത് പോലെ വൈകുന്നേരം വരെ രാത്രി വരെയൊക്കെ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഉണ്ടാവും. അതാണ് ആ ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഗുണം അവിടെ കാണാനുണ്ട്. അപ്പൊ അങ്ങനെ പാട്ട് രണ്ടുപേരും തകർത്ത് പാടി. കോറസും ഒക്കെ അഫ്സലിന്റെ കൂട്ടുകാരും കൂടി പാടി. എല്ലാവരും ഗായകർ തന്നെയാണ്, അല്ലാണ്ട് കോറസ് സിംഗേഴ്സ് അല്ല. മെയിൻ ഗായകരെ കൊണ്ട് തന്നെ അഫ്സൽ തന്നെ എല്ലാം സംഘടിപ്പിച്ച് പാടിച്ച്. മറ്റേ ബെന്നിയും കണ്ണനും മറ്റേ ഓർക്കസ്ട്രേഷൻകാരും അല്ല തബല മറ്റുള്ള എല്ലാ പെർക്കഷൻ വായിച്ച ഒരാളാണ് പിപ്പിച്ചൻ. അദ്ദേഹവും മരിച്ചുപോയി. അപ്പൊ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ആണ് ആ പാട്ടും ആ പടവും ഒക്കെ വിജയിച്ചത്. എനിക്ക് ഒരു പാട്ടും കൂടി സാറിനെ പാടിപ്പിക്കാനുണ്ട്. നമ്മുടെ തിയേറ്റർ ഇനി കോളൊക്കെ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു പാട്ടായിട്ട് ഞാൻ മുൻകൂട്ടി കാണുകയാണ്, തിങ്കളെ പൂത്തിങ്കളെ. അതുകൂടി സാറിന്റെ അടുത്തൊന്ന് കേട്ട് കഴിഞ്ഞാൽ. തിങ്കളേ പൂത്തിങ്കളെ ഇനി ഒളി കണ്ണെറിയരുതേ, ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ ഇന്ന് താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴക് മണിച്ചെറുക്കൻ. തിങ്കളേ പൂത്തിങ്കളെ ഇനി ഒളി കണ്ണെറിയരുതേ. ഓ, ജെൻസി പിള്ളേര് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഈ പാട്ടൊക്കെ.